ഒരു സമയത്ത് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു എൻ്റെ ശരീരം. മറ്റുള്ളവർക്ക് എന്നിൽ സ്നേഹം തോന്നുവാനും എന്നെ അംഗീകരിക്കുവാനും എന്നിൽ ബഹുമാനം തോന്നുവാനുമുള്ള ഉപാധിയായിരുന്നു എൻ്റെ ശരീരമെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവരുടെ പരുഷത്തിനും പരിഹാസത്തിനുമുള്ള ഒരു വിഭവമായി എൻ്റെ ശരീരം മാറപ്പെടുന്നു. എന്തിന്? എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് എൻ്റെ ശരീരം മാറപ്പെടുന്നു. അപ്പോൾ മനസ്സുകൊണ്ട് അന്നേരം ഞാൻ നഷ്ടപ്പെട്ടു പോയ എൻ്റെ യൗവനം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. കുട്ടിക്കാലത്ത് വളരെ വേഗത്തിൽ എത്തണമെന്ന് ഞാൻ കൊതിച്ച യൗവനം ഇന്ന് എന്നിൽ നിന്ന് അന്യമായിരിക്കുന്നു. അത് തിരികെ കിട്ടില്ല എന്നറിയുമെങ്കിലും തിരികെ ലഭിക്കുവാനായി ഞാൻ അമിതമായി ആഗ്രഹിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് തന്നെ ഭാരമാകുന്ന എൻ്റെ ശരീരത്തെ സ്വയം ശപിക്കുന്നു. അപ്പോഴും ഈ ശരീരത്തിൽ നിന്നുള്ള മമതാബോധം നമ്മെ വിട്ട് അല്പവും പോലും മാറുന്നില്ല. നമസ്തേ. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇത്രയേറെ സ്വാധീനിക്കുന്ന മറ്റേതെങ്കിലും ഒരു ജീവി ഭൂമിയിലുണ്ടോ? എത്രയൊക്കെ ലഭിച്ചാലും പോരാ 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 എന്ന് നിരന്തരം കാട്ടുന്നതും കൂടുതൽ നേടുവാനായി പ്രവർത്തന സജ്ജമായി നിൽക്കുന്നതുമായ ഏതെങ്കിലും ഒരു ജീവി ഈ ഭൂമുഖത്ത് ഉണ്ടോ? മനുഷ്യനല്ലാതെ ഇതര ജീവജാലങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആവശ്യത്തിനുള്ളത് നേടിക്കഴിയുമ്പോൾ അവ സ്വസ്ഥമായിരിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ബുദ്ധിയുടെ പ്രത്യക്ഷ രൂപമെന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മൾ ആവശ്യത്തിനും അതിനും അപ്പുറവും നേടിയാലും പോരാ 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 എന്ന ചിന്ത സദാ പ്രകടമാക്കുന്നു. നോക്കൂ, ഇത് ജന്മനാ തന്നെ നമ്മിൽ വന്നു ചേരുന്ന ഒരു ചേതോ വികാരമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കുഞ്ഞായി പിറന്നു വീഴുമ്പോൾ മുതൽ ഈ ത്വര അല്ലെങ്കിൽ നേടണം, എനിക്ക് മാത്രമാകണം, ഉയരണം എന്നുള്ള ചിന്ത ഇതര ജീവജാലങ്ങളെക്കാൾ കൂടുതൽ പ്രകടമാക്കുന്നു മനുഷ്യൻ. കുഞ്ഞായി ഇരിക്കുമ്പോൾ മുതൽ ഒരുമാതിരി വകതിരിവ് ആർജിക്കുന്നത് മുതൽ എനിക്കാകണം ഒന്നാമത്, എനിക്ക് വളരെ വേഗത്തിൽ നേടണം, എനിക്ക് ശക്തനാകണം, മിടുക്കനാകണം, ഏവരെക്കാളും മുൻപന്തിയിലേക്ക് എത്തണം എന്ന ചിന്തയും പിന്നീട് ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും ഒക്കെ എത്തുമ്പോൾ യൗവനം വളരെ വേഗത്തിൽ എനിക്ക് ലഭിക്കണം, സുന്ദരനും സുമുഖനും അല്ലെങ്കിൽ സുന്ദരിയും സുമുഖിയും ശക്തിമാനും അല്ലെങ്കിൽ ശക്തിമതിയുമായ ഒരാളായി എനിക്ക് മാറണം, വളരെ വേഗത്തിൽ എൻ്റെ ലക്ഷ്യം നേടണം എന്ന ചിന്ത നമ്മിലേക്ക് എത്തുന്നു. ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ യൗവനത്തിനൊക്കെ വേണ്ടി വളരെയേറെ നമ്മൾ കൊതിക്കുന്നു. ഇനിയും യൗവനത്തിലേക്ക് എത്തിയാലോ? അതിനും അപ്പുറത്തുള്ള തലത്തെ ആയിരിക്കും അപ്പോൾ പ്രതീക്ഷിക്കുന്നു. കുടുംബമായി, സന്തതികളായി, പിന്നീട് ഭവനത്തെ പറ്റിയുള്ള ചിന്തമായി, സ്വന്തമായ പാർപ്പിട സൗകര്യത്തെ സജ്ജമാക്കി കഴിഞ്ഞാൽ പിന്നീട് സ്വത്തിനെയും സമ്പത്തിനെയും പറ്റിയുള്ള ചിന്തകളായി. ഇങ്ങനെ ഓടി 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 ഒടുക്കം ഓരോന്നോരോന്ന് ആഗ്രഹങ്ങൾക്കനുസരിച്ച് നേടിക്കഴിഞ്ഞ് വാർദ്ധക്യത്തിൻ്റെ പാതയിലേക്ക് എത്തപ്പെടുമ്പോൾ അകാരണമായ ഭയം നമ്മെ ബാധിക്കാറില്ലേ? തീർച്ചയായും സംഭവിക്കുന്നതാണ് എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല തത്രപ്പാടുകളും നമ്മൾ പ്രകടിപ്പിക്കാറില്ലേ? കുട്ടിക്കാലത്ത് ഓർമ്മയായ കാലം മുതൽ കൗമാരത്തെ കിട്ടണമെന്നും കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ യൗവനം കിട്ടണമെന്നും യൗവനം കിട്ടിയപ്പോൾ കുടുംബസ്ഥ തലത്തിലേക്ക് ഉയരണമെന്നും ഒക്കെ ചിന്തിച്ച നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് ഓടുന്നതിന് തുല്യം തനിക്കും ഓടണമെന്ന് ആഗ്രഹം കാണും. കാരണം തൻ്റെ പേരക്കുട്ടി തന്നെ കബളിപ്പിച്ചുകൊണ്ട് ഓടുമ്പോൾ അവർക്കൊപ്പം അല്ലെങ്കിൽ അവനൊപ്പം ഓടണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ശരീരം സമ്മതിക്കുന്നില്ല. കാരണം എൻ്റെ 10 വയസ്സിലെ ശരീരമല്ല 80ാമത്തെ വയസ്സിൽ എന്നോടൊപ്പമുള്ളത്. അതിന് മാറ്റങ്ങൾ സംഭവിച്ചു. മനസ്സിന് പ്രായമില്ല, എന്നാൽ ശരീരം പ്രായാധിക്യത്താൽ എനിക്ക് തന്നെ ഭാരമാകുന്നു. ഇന്നലെ വരെ കൂടുതൽ കൂടുതൽ മികവുറ്റ തലത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച ഞാൻ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതോടുകൂടി അകാരണമായ മരണഭയത്തിന് അടിമയായി മാറുന്നു. എന്നാൽ ഈ മരണം വരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പുതുദേഹം ലഭിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മറന്നുപോകുന്നു. ഒരു പുതുദേഹം ലഭിക്കുമ്പോൾ അത് ശൈശവയുക്തമായിരിക്കും, ഏവരും സ്നേഹിക്കപ്പെടുന്നതായിരിക്കും, ഏവരാലും ലാളിക്കപ്പെടുന്നതായിരിക്കും. പിന്നീട് ക്രമാനുഗതമായി ആ ശൈശവം കൗമാരത്തെയും യൗവനത്തെയും എനിക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് ഇനിയും നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം എന്നിലേക്ക് മരണം എത്തപ്പെടുന്നത് എനിക്ക് ഒരു പുതു ദേഹത്തെ പ്രദാനം ചെയ്യുവാൻ വേണ്ടിയാണ്. ഈ ബോധം എന്തേ നമ്മൾക്കുണ്ടാകുന്നില്ല?
മരണത്തോടുകൂടിയെല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നമ്മൾ മരണം ജനനത്തിൻ്റെ കാരണമാണ് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും മറന്നു പോകുന്നില്ലേ? ഞാൻ 80, 90 അല്ലെങ്കിൽ 100, 110 വർഷം പ്രായമുള്ളതും പഴക്കമുള്ളതുമായ എൻ്റെ ഈ ദേഹം ഉപേക്ഷിച്ചാൽ 1, 2 മണിക്കൂർ മാത്രം പ്രായമുള്ള ഒരു പൊതുദേഹമായിരിക്കും. പിന്നീട് കുറേ കാലത്തേക്ക് എനിക്കത് ഐശ്വര്യത്തെയും സ്നേഹത്തെയും അഭിമാനത്തെയും പ്രദാനം ചെയ്യും. അത്തരത്തിലൊരു പൊതുദേഹം എനിക്ക് സ്വീകരിക്കണമെങ്കിൽ എനിക്ക് തന്നെ ഭാരമാകുന്ന ഈ ശരീരത്തെ സസന്തോഷം ഉപേക്ഷിക്കുവാൻ ഞാൻ സജ്ജമായിരിക്കണം, തയ്യാറായിരിക്കണം. ആ മരണം എത്തുമ്പോൾ ഇരു കൈകളും നീട്ടി ആ മരണത്തെ സ്വീകരിക്കണം. കാരണം മരണം ജനനത്തിൻ്റെ കാരണമാണ്. ഈ യാഥാർത്ഥ്യമാണ് ഭക്തവത്സലനായ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മരണത്തിൽ നിന്ന് ആർക്കും രക്ഷ നേടാൻ കഴിയുകയില്ല. തന്നെയുമല്ല, മരണം അവസാനമല്ല, മറിച്ച് ജനനത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് മരിക്കുന്നതിലൂടെ എല്ലാം തീരുന്നു എന്ന ഭയം മാറ്റിവെക്കൂ. മരിച്ചാൽ ലഭിക്കുന്നത് ഈ പൊതുദേഹമാണ്. മരിച്ചാൽ അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത് ദേഹം ഉപേക്ഷിക്കൽ മാത്രമാണ് എന്ന് ഭഗവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദേഹം ഞാൻ ഉപേക്ഷിച്ചാൽ ഈ ദേഹത്തിലുള്ള എൻ്റെ ആത്മചൈതന്യം പൊതുദേഹം സ്വീകരിക്കുന്നു. ആ ദേഹം എനിക്ക് അളവറ്റ ആനന്ദത്തെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് എന്നിലേക്ക് എപ്പോൾ മരണമെത്തുന്നു ആ മരണത്തെ ഭയത്തോടുകൂടിയല്ല, സങ്കടത്തോടുകൂടിയല്ല, മറിച്ച് സസന്തോഷവും ധീരവുമായ ഒരു തീരുമാനമായി കണ്ടുകൊണ്ട് എനിക്ക് തന്നെ സർവ്വവിധമായ ഗുണത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ഉയർച്ചയായി കണ്ടുകൊണ്ട് ഇന്നലെ വരെ ഞാൻ പൂർത്തീകരിച്ച എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രവൃത്തിക്ക് സർവേശ്വരനായ ഭഗവാൻ നൽകുന്ന ഒരു ബോണസായി, അല്ലെങ്കിൽ പ്രമോഷനായി, അല്ലെങ്കിൽ ഉന്നതമായ ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിനുള്ള മാർഗമായി ഈ മരണത്തെ കണ്ടാൽ തീർച്ചയായും എനിക്ക് ലഭിക്കുന്നത് എനിക്ക് തന്നെ അഭിമാനം നൽകുന്നതും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഒരു ദേഹമായിരിക്കും എന്ന ബോധം നമ്മിലേക്ക് എത്തപ്പെട്ടാൽ മരണത്തെ സസന്തോഷം സ്വീകരിക്കുവാൻ കഴിയും. ഓരോ മനുഷ്യനും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവൻ്റെ പ്രഷർ കൂടുന്നുവെങ്കിൽ അതിൻ്റെ പ്രഥമമായ കാരണം മരണഭയമാണ്. കാരണം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ രോഗം സർവ്വസഹചാരിയായി കൂടെ ഉണ്ടാകും. അനേകം രോഗങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ദേഹത്തെ വീതം വെക്കുവാനായി അവർ കാത്തു നിൽപ്പുന്നുണ്ടാകും. അത് നമ്മിൽ അകാരണമായ ഭയത്തെ സൃഷ്ടിക്കും. ഒരുപക്ഷെ ഭയം മൂലം ദേഹം ഉപേക്ഷിക്കേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ അതനുസരിച്ചായിരിക്കും അടുത്ത ദേഹം ലഭിക്കുന്നത്. അതുകൊണ്ട് സസന്തോഷവും സത്യധർമ്മ നീതിക്കനുസരിച്ചും സർവേശ്വരൻ നൽകുന്ന ഉപദേശത്തെ യഥാരീതി മാനിച്ചുകൊണ്ടും സമൂഹത്തിനും സഹചർക്കും തന്നാൽ കഴിയാവുന്ന രീതിയിൽ ഗുണപ്രദമായ രീതിയിൽ ജീവിച്ചും മരണം തന്നിലേക്കെത്തുമ്പോൾ ഭയമില്ലാതെ, അകാരണമായ സങ്കടമില്ലാതെ, അത് തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എളിയ കൂടുവിറ്റ് കൂടുമാറ്റം മാത്രമാണ് എന്നും ഈ കൂട് അല്ലെങ്കിൽ ഈ ദേഹം ഞാൻ ഉപേക്ഷിച്ചാൽ പുത്തൻ ദേഹമാണ് എനിക്ക് ലഭിക്കുന്നത് എന്നും ഭക്തവത്സലനായ ഭഗവാൻ പറഞ്ഞത് വെറുതെയല്ല, നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുവാനും ഐശ്വര്യത്തോടും സമാധാനത്തോടും അടുത്ത തലത്തിലേക്ക് കടക്കുവാനും വേണ്ടിയാണ് എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാംഖ്യ യോഗത്തിലെ 13-ാമത് ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മെ ജ്ഞാനരൂപികളാക്കി മാറ്റുവാൻ, അറിവിൻ്റെ നിറകുടങ്ങളാക്കി മാറ്റുവാനും പക്വതയുള്ളവരാക്കി മാറ്റുവാനും ഭഗവാൻ നൽകുന്ന ഉപദേശത്തെ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തസ്ത്രന്ന മുഹ്യതി. ഉള്ളിലുള്ള ജീവനെ പൊതിഞ്ഞിരിക്കുന്ന ഈ ദേഹത്തിന് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന ഈ വകഭേദങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ദേഹം ഉപേക്ഷിച്ച് മറ്റൊരു ദേഹം ലഭിക്കേണ്ടതായി വരുമ്പോൾ ലഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശൈശവ, ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യ തലം തന്നെയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവിടെ ആത്മാവിന് നാശം സംഭവിക്കുന്നില്ല, പ്രാണന് നാശം സംഭവിക്കുന്നില്ല. തനിക്ക് തന്നെ ഭാരമാകുന്ന ഈ ദേഹത്തെ ഉപേക്ഷിച്ച് പുത്തനായിട്ടുള്ള മറ്റൊരു ദേഹം സ്വീകരിക്കുന്നു. കാരണം എനിക്ക് ഭാരമായിട്ടുള്ളതിനെ ഞാൻ ഉപേക്ഷിച്ചെങ്കിലല്ലേ മറ്റൊന്നിനെ എനിക്ക് നേടാൻ കഴിയൂ. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യരുത് എന്ന് പറയുന്നത് മൗഢ്യമല്ലേ? എൻ്റെ കയ്യിലുള്ള ഈ വാർദ്ധക്യമായ ജരാനരകൾ ബാധിച്ചതും എനിക്ക് തന്നെ ഭാരമാകുന്നതുമായി ശരീരം ഞാൻ സസന്തോഷം
യമധർമ്മനെ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾക്ക് വീതം വെച്ചു നൽകിയാൽ, മരണം എന്നിലേക്ക് എപ്പോൾ എത്തപ്പെടുന്നു അന്ന് സസന്തോഷം ഞാൻ സ്വീകരിച്ചാൽ, തുടർന്ന് എനിക്ക് ലഭിക്കുന്നത് പുതുപുത്തനായ ഒരു ദേഹമായിരിക്കും. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി മറികടക്കേണ്ടതാണ് മരണഫലത്തെ. അതൊരു മാറ്റം മാത്രമാണ് എന്ന് ഭഗവാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത് മനസ്സിലാക്കുന്നവൻ ബുദ്ധിമാനാണ് എന്നും ഇത് മനസ്സിലാക്കാത്തവൻ അതിൻ്റെ കൂടി ശിക്ഷ പിന്നീട് അനുഭവിക്കേണ്ടതായി വരും എന്നും ഭഗവാൻ സൂചിപ്പിക്കുന്നു. മറ്റൊരു ഭഗവത്ഗീതാ ശ്ലോകവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ മാന്യമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം. ഹരി ഓം.